ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധകാല പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ പശ്ചിമേഷ്യയെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ ഇസ്രയേലിന് നേരെ പുതിയ മിസൈൽ ആക്രമണ പരമ്പരകൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്. മേഖലയെ ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിക്കുന്ന രീതിയിലുള്ള അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇസ്രയേലിന്റെ ഹൃദയഭാഗമായ ടെൽ അവീവ് ലക്ഷ്യമാക്കി വന്ന നിരവധി മിസൈലുകളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞെങ്കിലും ചിലയിടങ്ങളിൽ മിസൈലുകൾ പതിച്ചതായാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതീവ വിനാശകാരികളായ ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചോ എന്ന കാര്യത്തിൽ ശക്തമായ സംശയം നിലനിൽക്കുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറുന്ന രീതിയിലുള്ള വലിയൊരു പ്രത്യാഘാതമാകും വരാനിരിക്കുന്നത്. ഇസ്രയേലിന് പുറമെ അയൽ രാജ്യമായ ബഹ്റൈനിലും അപായ സൂചന നൽകുന്ന സൈറണുകൾ മുഴങ്ങിയത് പരിഭ്രാന്തി വർദ്ധിപ്പിക്കുന്നു. സാധാരണക്കാരോട് എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ സേന ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ പ്രസംഗം അവസാനിച്ച നിമിഷം തന്നെ ആക്രമണം ഉണ്ടായി എന്നത് രാഷ്ട്രീയമായും സൈനികമായും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. സമാധാന ശ്രമങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കും മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ പ്രഹരശേഷി തെളിയിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ മിസൈൽ വർഷം ഇസ്രയേലിനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് മുഴുവൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ഒരു വൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ട്രംപിന്റെ കടുത്ത നിലപാടുകൾക്ക് ഇറാൻ നൽകിയ ഈ മറുപടി അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും. അറബ് രാജ്യങ്ങളാകെ ഇപ്പോൾ കടുത്ത ജാഗ്രതയിലാണ്. ടെൽ അവീവിലെ ആകാശത്ത് മിസൈലുകൾ തകർന്നു വീഴുന്ന കാഴ്ചകളും തീഗോളങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി ഉണ്ടായേക്കുമെന്നാണ് പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വീണ്ടും ശക്തമായ പ്രതിരോധത്തിന്റെ പ്രതീകമായി ഉയർന്നു നിൽക്കുകയാണെന്ന് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തിന്റെ തെക്കൻ തീരത്ത് നടന്ന പുതിയ സംഭവ വികാസങ്ങൾ ഇറാന്റെ സൈനിക തയ്യാറെടുപ്പിന്റെയും ജനകീയ പങ്കാളിത്തത്തിന്റെയും ശക്തിയെ ലോകത്തിന് മുൻപിൽ തെളിയിക്കുന്നതാണ്. IRGCയുടെ ഗ്രൗണ്ട് ഫോഴ്സിനൊപ്പം ബാസിദ് സേനയും ഹോർമോസ് ഖാനി സ്വദേശികളും ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഏകോപിത സൈനിക ആക്രമണം വിജയത്തെക്കാളേറെ വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ ഏറെ നാളായി മാറ്റങ്ങളിലൂടെ കടന്നു പോകുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന സഖ്യത്തിന്റെ നീക്കങ്ങൾക്കെതിരെ ഇറാൻ സ്വീകരിച്ച നിലപാട് പ്രതിരോധപരം എന്നതിലുപരി തങ്ങളുടെ ഭൗമരാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുന്നതുമായാണ്. ഈ സാഹചര്യത്തിൽ റമദാൻ യുദ്ധം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഘട്ടം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, ആശയപരവും രാഷ്ട്രീയപരവുമായ പ്രതിരോധനത്തിന്റെ പ്രതിഫലനവുമാണ്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു ഘടകം ബാസിദ് സേനയുടെ പങ്കാളിത്തമാണ്. ബാസിദ് എന്ന ഈ സ്വമേധയാ പ്രവർത്തിക്കുന്ന സേന സാധാരണ ജനങ്ങളെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഇറാന്റെ പ്രത്യേക മാതൃകയാണ്. ഹോർമോസ് ഖാനി സ്വദേശികളുമായി ചേർന്ന് അവർ നടത്തിയ ഈ പ്രവർത്തനം സൈന്യവും ജനങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ ഉദാഹരണമാണ്. രാജ്യസുരക്ഷ എന്നത് ഒരു സൈനിക ഉത്തരവാദിത്തം മാത്രമല്ല, ഓരോ പൗരന്റെയും പങ്കാളിത്തത്തോടെ സാധ്യമാകുന്ന ഒന്നാണെന്ന സന്ദേശം ഇതിലൂടെ പുറത്തുവരുന്നു. ഹെർമിസ് 900 എന്ന ഡ്രോൺ പുതിയ ആക്രമണത്തിൽ ഉപയോഗിച്ചതായി പറയുന്നുണ്ട്. എൽബിറ്റ് സിസ്റ്റംസ് നിർമ്മിച്ച ഈ UAV രഹസ്യാന്വേഷണവും നിരീക്ഷണവും ലക്ഷ്യമാക്കി രൂപകൽപ്പന ചെയ്ത അത്യാധുനിക സംവിധാനമാണ്. മണിക്കൂറുകളോളം ആകാശത്ത് നിലനിൽക്കാൻ കഴിയുന്ന ശേഷി, ഉയർന്ന റെസല്യൂഷൻ സെൻസറുകൾ, തന്ത്രപരമായ ഡാറ്റ ശേഖരണം എന്നിവയിലൂടെ ഇത് യുദ്ധഭൂമിയിലെ ഒരു നിർണായക ഉപകരണമാകുന്നു. ഏകദേശം $10 മില്യൺ വില വരുന്ന ഈ ഡ്രോൺ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കുമ്പോഴും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുൻപിൽ പരാജയപ്പെടുന്നത് സാങ്കേതിക യുദ്ധത്തിൽ പോലും തന്ത്രപരമായ മികവ് എത്ര പ്രധാനമാണെന്ന് തെളിയിക്കുന്നു. ഈ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളും ഒരേപോലെ ശ്രദ്ധേയമാണ്. ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചു വരുന്ന വ്യോമ പ്രതിരോധ ശൃംഖല, റഡാർ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ സംയോജനം ഈ രീതിയിലുള്ള ഇടപെടലുകൾ സാധ്യമാക്കുന്നു. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷാവസ്ഥ ആഗോള വിപണിയെയും എണ്ണവിലയെയും ബാധിക്കാൻ ഇടയുള്ളതിനാൽ ലോകരാജ്യങ്ങളെല്ലാം വലിയ ഉത്കണ്ഠയോടെയാണ് ഈ വാർത്തകളെ നോക്കിക്കാണുന്നത്. യുദ്ധം ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ മേഖലയിലാകെ പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ലോകശക്തികൾ എത്രത്തോളം ഇടപെടുമെന്നതാണ് ഇനി അറിയാനുള്ളത്.
വരാനിരിക്കുന്ന ദിവസങ്ങൾ പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരിക്കുമെന്ന് ഉറപ്പാണ്.